ഗൈസ്, അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് കോളേജിലാണ് ഗൈസ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഓണപ്പരിപാടി, നാളെ മറ്റന്നായി. അപ്പോൾ നമ്മൾ പൂ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ എക്സാം ഉണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് ആണ് ഒരു വ്ലോഗ് എടുക്കണേ. ഫുള്ള് പ്രിപ്പയർ ചെയ്ത് എല്ലാവരൊക്കെ ഉണ്ട്. കാണിച്ചു കൊടുക്കാം, എല്ലാവരും ഉണ്ട്. ആ നമ്പർ പ്ലേറ്റും കൂടെ കാണിച്ചു കൊടുക്കും. പെറ്റിയിട്ടത് ഓടി കിട്ടില്ല, ഓടിയത് എവിടെ ഉള്ളൂ. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മളിവിടുത്തെ വിഷ്വൽസ് കാണാം. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഇറങ്ങി. ഇപ്പം 4:47 ആയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നോക്കാം. ഈ ഗൈസ് എക്സാം എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എക്സാമിന്റെ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിന് എക്സാം ഇല്ലായിരുന്നു. എല്ലാവരും ഓരോ പരിപാടി തിരക്കിലാണ് ഗൈസ്. ആര് ഗൈസ് അവന് പെണ്ണ് സെറ്റായി. അതിനുശേഷം അവൻ ഭയങ്കര ഇതാണ്, ഫോൺ കോൾ എല്ലാം ആയിട്ടാണ്. ഇപ്പൊ വന്ന് ഭയങ്കര കോഴിത്തരമാണ് പയ്യെ. ഗൈസ് നാളെയാണ് നമ്മുടെ ഓണപ്പരിപാടി. നാളെ മറ്റന്നാ ഞാൻ കാണൂല, നാളെ കാണും. മിസ് ചെയ്യണേ, വ്ലോഗ് എടുക്കണം. വോയിസ് കിട്ടിയില്ല, എടുക്കാം. എന്നിട്ട് അപ്പോഴപ്പോഴേ എന്നെ മിസ് ചെയ്യണമെന്ന് പറയണം. സ്റ്റിക്കർ ഉണ്ടാക്കാതെ എന്നിട്ട് ഓരോ വീഡിയോയിൽ പറയണം ജിഷാലിനെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഓരോ ആംഗിളിൽ നിന്ന് പറയണം. ചോദിക്കാം, എല്ലായിടത്തും അഭിപ്രായം ചോദിക്കാം. ജിഷാലിനെ മിസ് ചെയ്യുന്നു. അതെ അതെ. വണ്ടി ഞാൻ നമ്മുടെ പിയറിലും ആദിത്യ പറഞ്ഞാടാ, അനന്ത് പറഞ്ഞാടാ. ഇല്ലല്ലേ പൈസ കിട്ടുമോ? അപ്പൊ അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇറങ്ങിയപ്പോ രണ്ട് ടൂറിസ്റ്റ് ബസ് കണ്ടു. അനന്ത് ഇവിടെ ഉണ്ട് ഗൈസ്. ഒറ്റ രാത്രി കൊണ്ട് ടാറിട്ട റോഡുകളാണ് ഗൈസ് ഇത്. ഇതിന് പുതിയ രാമേന്ദ്രയൊക്കെ വന്നത്. ക്യാമറ എടുത്തോ, ചലിക്കട്ടെ. ക്യാമറ ഗൈസ്, ഇതാണ് നമ്മുടെ കട്ടക്കട വിസ്മയ. അതിന്റെ ഫ്രണ്ടിൽ തന്നെ പുതിയ രാമേന്ദ്ര കാണും ഗൈസ്. നിങ്ങൾക്ക് കിട്ടില്ല വെട്ടം അടിക്കണം ഗൈസ്. വണ്ടിയിലാണ് പോണേ, പെട്രോൾ കുറവാണ്. അനന്തമുണ്ട്, ഒരു പയ്യനും കൂടെ വരും. ഒരു കല്യാണ വണ്ടിയൊക്കെ പോകുന്നു. കല്യാണ വണ്ടി എന്താ ഗൈസ്, ഒറ്റ ദിവസം കൊണ്ട് ടാറിട്ടതാണ്, രാത്രി കൊണ്ട് ടാറിട്ടതാണ് ഗൈസ്. നിങ്ങൾ നേരത്തെ കണ്ടില്ലായിരുന്നല്ലോ രാമേന്ദ്ര. ഇതാണ് രാമചന്ദ്രൻ. ഇതെങ്ങനെ വായിക്കും ഗൈസ്? രാമേന്ദ്രൻ എന്ന് വായിക്കും, രാമചന്ദ്രൻ എന്ന് വായിക്കും. നമ്മുടെ സ്പീക്കർ ഇരിക്കുന്നതുകൊണ്ട് നേരെ കേട്ടോ ഗൈസ്. ഒരു പയ്യനെ നോക്കി നിൽക്കുകയാണ്, പെട്ടെന്ന് പോകാമായിരുന്നു. ഗൈസ് വീണ്ടും നമ്മൾ കോളേജിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു. സമയം ഫോക്കസാണല്ലോ. 7:22. നല്ല വെട്ടമുണ്ട് ഗൈസ്. ഫംഗസ് പിടിച്ച പട്ടി. ഇനി ഒരു പയ്യൻ വരാനുണ്ട്, അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. കൊണ്ടവയാണ് അനന്തും. പിന്നെ ഇവിടെ കോളേജിന്റെ ഫ്രണ്ടിൽ നിർത്തിക്കുകയാണ്. ഇനി പൂവെല്ലാം അവൻ്റെ വണ്ടിയിലാണ് ഇരിക്കുന്നത്. അതെടുക്കാലോ. എങ്ങനെ പൂവൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇവൻ ചുമക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ്റെ കൊടുത്തിട്ടുള്ളത്. വണ്ടിയിൽ അട വയ്ക്കൂ. അയ്യോ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു ടീച്ചറിന്റെ വീട്ടിൽ കൊണ്ട് വയ്ക്കാന്ന് പറഞ്ഞ ഗൈസ്. കാട്ടാക്കട ലൈറ്റ് ഓഫ് ചെയ്യാം ഗൈസ്. നൈറ്റ് ഇത്ര തിരക്കൊന്നുമില്ല കേട്ടോ. ഇപ്പം 7:30 ആയിട്ടുണ്ട്, തിരക്കൊന്നുമില്ല. ഈ ബ്ലോഗ് കാണുമെന്ന് പേടിച്ചല്ലല്ല കാണുമെന്ന് പറഞ്ഞല്ലടാ നീ പണിയെടുക്കണേ. വഴി മാറി കേട്ടല്ലേ? എന്തോ ഗൈസ്, നമ്മള് ടീച്ചറിന്റെ വീട് തപ്പി പോവുകയാണ്. എന്നെ കാണാൻ പോയില്ലേ? കേട്ടില്ലല്ല. ടീച്ചറിന്റെ വീട്ടിൽ കൊണ്ട് ഇത് വെക്കണം. കാണാൻ പറ്റുമെന്ന് അറിഞ്ഞോളൂ. ഈ ഗൈസ് അങ്ങനെ ഫ്ലക്സ് അടിക്കാൻ വേണ്ടി 8 മണിയായി. ടീച്ചറിന്റെ വീട്ടിൽ വിളിച്ചോണ്ടിരിക്കുകയാണ്. 6 മണിക്ക് വീട്ടിൽ കയറാൻ പറഞ്ഞു. വീട്ടിൽ പോകുമ്പോൾ സീനാണെന്നും പറഞ്ഞ് ഇപ്പൊ കണ്ട സമയം 8 മണി.
എന്ത് നേരെ എടുത്തതെന്ന് അറിയാമോ ഗൈസ്? ഇത്ര കൂടെ വരാൻ തിരക്ക് 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 തിരക്കിയെന്ന്. വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണം ഗൈസ്. അങ്ങനെ ഫ്ലക്സ് അടിച്ച് 8:20 സാധനം കിട്ടി. ഹേയ് ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് അവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ കോളേജിലേക്ക് അവസാനത്തെ ഓണാഘോഷ പരിപാടിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ വന്നായിരുന്നു, ഇനി കുറച്ച് പരിപാടിയൊക്കെ ഇവിടെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ പൂ എടുക്കാൻ വേണ്ടി ഞാനൊന്നും എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പിള്ളേർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. മെയിൻ അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഈ ഓണാഘോഷ പരിപാടി എല്ലാം വ്ളോഗായിരിക്കും ഗൈസ്. ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. കുരുത്തോല ഇല എന്താ ഇത്രയും പൂവല്ല കട്ടൻ. അവരോരോ പരിപാടി ഇട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. തുമ്പയാണോ തോന്നുന്നു, അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് അത്തയിടാൻ പോണത് ഗൈസ്. ഇതിൻ്റെ അകത്താണ് ഫുള്ള് പൂക്കൾ. നമ്മൾ ഇന്നലെ എടുത്ത പൂക്കൾ അവിടെ ഇരിപ്പുണ്ട് കെട്ടത്. ആദ്യത്തിന് ആത്മാർത്ഥമായിട്ട് പണിക്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഫസ്റ്റ് കേസ് ഉണ്ട് ഇവിടെ. ആത്മാർത്ഥതയുള്ള പണിക്കാരൻ. പറയൂ, ബ്ലോഗിൽ വരാനുള്ളത്. ഓണത്തിന് ആദ്യം മാത്രമാണ് മുണ്ടെടുക്കാത്ത. അവനുവേണ്ടി മുണ്ട് പുതിയ മുണ്ട ഞാൻ 500 രൂപ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടുവന്ന മുണ്ടാണ് ഗൈസ്. എനിക്ക് വേണ്ട, നീ കൊണ്ടുപോകും. ഇത്രയും നേരം ചുമ്മാ നിന്നവനാണ്. ജെറിൻ ബിജു. അവിടെ ട്രാപ്പ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. ഒറ്റ മൈൻഡാണ്, ഒറ്റ മൈൻഡ്. ഗൈസ്, ഇതാണ് നമ്മുടെ എൻട്രി. എന്താ ക്ലോസ് അപ്പാ? രണ്ടും കൂടെ അല്ലേ? നീ എന്തിന് കത്തിരി എടുത്ത ചീരെ? ആദ്യ രാത്രി എന്ന് പറഞ്ഞപ്പോ കത്തിരി ഇട്ടിട്ട് വെട്ടാണ്. കട്ടിയാൻ വെട്ടിയല്ലേ? എനിക്കണ്ട, നീ എന്നെ വെച്ചോ. അടുത്ത ലെസ്ബിയൻസിന്റെ നന്ദനെ പോവാണോ? എടാ നന്ദനെ നീ ആ കൂട്ടി വിട് എന്നാ നിനക്ക് ഇതാ. ഓ ഇത്രയാണെങ്കില് ഇവനെ കത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെല്ലാവരും കാണിച്ചു കൊടുക്കുകയും. നമ്മുടെ അത്തം ഫൈനൽ സ്റ്റേജിലായിരിക്കുകയാണ് ഗൈസ്. ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ഇറങ്ങി ഗൈസ്. വിളക്ക് സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പോഴത്തെ ഇതല്ലേ ഗൈസ്, ഇതെല്ലാം സെറ്റ് ചെയ്യണം. വീഡിയോയിൽ കാണാൻ അടിപൊളി, നേരിട്ട് കാണുമ്പോൾ കുഴപ്പമില്ലെന്ന് പറയും ഗൈസ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ അതുവരെ വ്ലോഗ് എടുക്കാൻ വേണ്ടി അക്ഷയയിലെടുത്ത് ഞാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓ
നാളെ ബ്ലോഗ് എടുക്കണം. നാളെ ഞാൻ ഒന്നും പറയില്ല, ബ്ലോഗ് എടുത്തോണം. പിന്നെ ഇപ്പൊ ഞാൻ ഈ പോണതിന്റെ കുറവ് ഞങ്ങൾ അറിയില്ല. ഞാൻ ഇപ്പൊ നെയ്റ്റിക്കര വരെ പോവുകയാണ്. അപ്പൊ എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ട്. ഇവിടെ പോയിട്ട് പെട്ടെന്ന് വരണം. എനിക്ക് റാലിന്റെ വീഡിയോ കവർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ കവർ ചെയ്തോണം. ഓക്കെ, നീ കത്തിരിയിൽ വെച്ചോണ്ടിരിക്കുന്നത് ഇവ ശരിയല്ല കേട്ടോ. പിന്നെ പോലെ തന്നെ. അപ്പൊ ജിഷാൻ ഇവിടുന്ന് പോയിട്ടുണ്ട്. ജിഷാൻ ഇല്ലാത്ത ഒരു ഓണം നമ്മൾ തുടങ്ങാൻ പോകുന്നു. നീ എന്താണ് ഇതാണ് നമ്മുടെ അത്നം ബോട്ടം ഡിപ്പാർട്ട്മെന്റ്. ഇത് ചെയ്യാൻ നമ്മൾ 2000 രൂപ മുടക്കിയിട്ടുണ്ട്. 2000 ഒന്ന് പറയാനാണെന്ന് പറഞ്ഞു. നീ ബില്ലെടുക്കും പോലും ഇസ്കാതെ അനന്തു അനന്തുവിന്റെ വക പൂജ. What are you doing, man? ഹോമം വേണം. ഫോട്ടോഗ്രാഫി വിഷയമാണ്. രാജമാത ശിവജാനി ക്യാമ്പിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം കണ്ടില്ലേ എൻട്രൻസിൻ്റെ അവിടെ ഗൈസ് ഓരോ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തോ നേരത്തെ. കുരുത്തോല എൻട്രൻസ് എന്തായാലും കൊള്ളാം. മറ്റേ ഫോട്ടോയിൽ കണ്ടത് ഒരു ദുമ്മില്ലല്ലേ, ഒരു ദുമ്മ് തോന്നണില്ല. 3D എന്ന് തോന്നിക്കില്ലല്ലോ. എന്തായാലും സംഭവങ്ങളാ. ഓക്കെ, ബൈ ബൈ. നാളെ വരുമല്ല, ഞാൻ കാണൂല. വടംവലി പോരാട്ടം ഉടനെ ആരംഭിക്കുന്നതാണ്. ഗൈസ് വടം വലിച്ചു തുടങ്ങിയിട്ടുണ്ട്. വലിച്ച് അതിസാഹസ്യമായി
വടംവലി ലാസ്റ്റാണ് കട്ട് ചെയ്ത് അടുത്തത് മഹത്തായ ഒരു വ്യക്തി. കൊള്ളാം കൊള്ളാം. എടാ അത് കുടിക്കുന്ന വെള്ളമാണോ? ഫുള്ള് കഴിവിടെ കാര്യം ഇതൊക്കെ ഇവിടെയൊക്കെ മുറിഞ്ഞിട്ടീന്. Guys, teachers. Guys. സാധനം കാണിച്ചു കാല് ഇതാ കൊള്ളാം. കോപ്പി ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുന്നു. കപ്പ് കിട്ടിയില്ലല്ലോ, ഇവിടുന്ന് കപ്പടിച്ച് തരും കാലില്. കിട്ടിയില്ലേ? ഹാപ്പിയായി. അയ്യോ കത്തിക്കാം. മൊത്തത്തിൽ കെട്ടി വെച്ചേക്കണ്ട. ഒറ്റ വിരലേ ഉള്ളൂ ഉള്ളി. ചെരുപ്പം ഇവിടെ ഹാപ്പി ആയല്ലോ. ഇവിടെ വരെ പിടിച്ചെടുത്ത് എവിടെയെങ്കിലും. അടുത്ത പയ്യൻ എന്താ വരുന്നു ഗൈസ്. വരട്ട് പൊള്ളി മൂട്. കൊള്ളാം. ടി എടുത്തില്ലേ? ടി എടുത്തില്ലേ? നമുക്കും കിട്ടി ഗൈസ് 2 കപ്പ്. 2 കപ്പ്. അതുകൊണ്ട് നമ്മൾ ചില കപ്പ് ലൈവ് വാങ്ങിച്ചു തരാം. അതുകൊണ്ട് വന്നേക്കാണ്. കരയണ്ട. എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കൊരു കുഴപ്പമില്ല. 2 എണ്ണം കൊണ്ട് വീട്ടിൽ കപ്പ് പറഞ്ഞാ ജയിച്ചെന്ന്. അല്ല അല്ല തോറ്റ് സാരല്ല. ഓ 1 വർഷം കൂടെ ഉള്ളൂ. ഓ ഇന്ന് രാവിലെ പൊളിക്കണ കിട്ടിയല്ലേ പൊളിച്ച്. ഏത് മൂഡ് കഴിച്ചോടി ഇനി കപ്പ്. പ്രേരിപ്പിച്ച് അവക്കൊന്നും പറ്റിയില്ലേ? എന്തായാലും കുഴപ്പമില്ല. കഴിഞ്ഞ വർഷം ഞാനൊന്നും കണ്ടില്ലേ? കഴിഞ്ഞ ബ്ലോഗ് ഉണ്ടെന്ന് തോന്നുന്നു. ലൈം വന്നു. ചിലത് ചേർത്തിട്ട് കപ്പിന് ചെലവാണ്. ഇടയ്ക്ക് കപ്പ് കിട്ടാൻ അത് തന്നെ പ്രാർത്ഥിക്കാം. ഇത് കുടിച്ചിട്ട് വരട്ടെ.